സുഹൃത്തുമാരെ, ഞാൻ മജീദാണ്. എനിക്ക് ഇതുവരെ പണി തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രാപിന്നിയിലായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ടാണ്. അപ്പോൾ അവിടെ വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ പെരുമായ ആയതുകൊണ്ട് അവിടെ ഇനി ആ വീടിൻ്റെ പുറംഭാഗം അതേമാതിരി പുറംഭാഗം മുൻഭാഗം അതേമാതിരി അതിൻ്റെ ടോപ്പാണ് അവിടെ തേക്കാനുള്ളത്. അപ്പോൾ ഈ മഴയത്ത് തേക്കാൻ പറ്റാതെ കൊണ്ട് ഞാൻ എൻ്റെ നാട്ടുകാരെ പോന്നിക്കാണ്. അപ്പോൾ ആ വീടിൻ്റെ മുതലാളിനോട് ഒരു കാര്യം പറയാനുണ്ട്. മുതലാളി മഴ പോയ ഉടൻ വന്നുകൊണ്ട് നിങ്ങളെ ബാക്കിലെ പണിയാൻ തീർത്ത് തരും. അപ്പോൾ ഇന്നിവിടെ പടവാണ്. അപ്പോൾ വീടിൻ്റെ പടവ് മൊത്തമായോ ചില്ലറായോ ഇനി തേപ്പോ എന്തുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യും. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. 90 48 99 35 48. ഓക്കെ, അപ്പോൾ ആ നമ്പറിലോട്ട് വിളിച്ചിട്ടുണ്ടോ ഓക്കെ. അപ്പോൾ ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളെ നാട്ടിലെ ഒരു പാലുണ്ട്. എന്നുവെച്ചാൽ ഏകദേശം 4 കൊല്ലമായി അത് ഒരു സൈഡ് പൊളിഞ്ഞ് ചാടിയിട്ട് അതേമാതിരി ആ പാലത്തിൻ്റെ അടിയിൽ കോൺക്രീറ്റ് അടർന്ന് ചാടിയിട്ട് കമ്പി പോയി പിടിച്ചിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ നാട്ടുകാർ ഇത് സ്ഥലം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ 2ാം വാർഡും തൂര് പഞ്ചായത്തിൻ്റെ 7ാം വാർഡിൻ്റെ ഇടയിൽ കൊയ്ത്തക്കൊണ്ട് കിളിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ പാലം. അപ്പോൾ ഇതിനു വേണ്ടി MLA അനിൽകുമാർ സാറിന് നിവേദനം കൊടുത്തു. അപ്പോൾ അതിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അതേമാതിരി ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, അതേമാതിരി പഞ്ചായത്ത് വെച്ചാൽ ഞാൻ പോയിങ്ങാണ്ട് കളക്ടർക്ക് വരെ അതിന് നിവേദനം കൊടുത്തതാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു ഫണ്ടും ഇത് നമുക്ക് പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഞാനടക്കമുള്ള ഇവിടുത്തെ യുവാക്കൾ ഇതിന് ഒരുമിച്ച് നിന്നുകാണ്ട് എന്നുവെച്ചാൽ പാർട്ടി നോക്കാതെ ഒരുമിച്ച് നിന്നുകാണ്ട് ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച എന്നുവെച്ചാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പോയിക്കാണ്ട് നമ്മുടെ റിയാസ് മന്ത്രി എന്നുവെച്ചാൽ പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി ഒരു ഫ്ലെക്സ് ബോർഡും തയ്യാറാക്കിയാണ്ട് ഞാൻ പോവുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ നാട്ടിലത്തെ കൊയ്ത്തക്കുണ്ടത്തെ ഒരു കൂട്ടം യുവാക്കളുടെ എന്നുവെച്ചാൽ ചർച്ച ചെയ്തുകാണ്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് പോണത്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുള്ളൂ. കാരണം അവിടെ ഒരു പുതിയ പാലല്ലെങ്കിൽ ആ പാലത്തിൻ്റെ ഡേഞ്ചർ, ആ പാലത്തിൻ്റെ മേലെ കൂടി സ്കൂൾ ബസ്, സ്കൂൾ കുട്ടികളൊക്കെ പോണ ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ്, പാലാണ് ഞങ്ങളെ കൊയ്ത്തക്കുണ്ടിലെ ഈ റോഡ്, ഈ പാലം. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ആ പാലും അതേമാതിരി ആ ഫ്ലെക്സ് ബോർഡിന് എഴുതിയ ആ ഇതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഇനി എൻ്റെ നാട്ടുകാരെ അറിയാനാണ്, ഞാൻ ഈ വിഷയമായി ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ബംഗാളി റേറ്റിന് ഈ തേപ്പെടുത്തിട്ട് എനിക്ക് കുറച്ച് കടബാധ്യത ഉണ്ട്. വെച്ചാൽ കൂലിയൊക്കെ പണി കരുതി നിൽക്കുമ്പോൾ, അപ്പോൾ പണിയില്ലാതെ നിൽക്കുമ്പോൾ ഗതി കെട്ടിട്ടാണ് വെച്ചാൽ എന്നെപ്പോലത്തെ ആൾക്കാർ ഈ ബംഗാളി റേറ്റിന് എടുക്കുന്നത്. അപ്പോൾ ചില പണിമേ വെച്ചാൽ കൂലി വെക്കൂല. എന്നുവെച്ചാൽ കൂലി വെക്കണ പണികളുണ്ട്. എന്നുവെച്ചാൽ ഈ ബംഗാളി റേറ്റിന് എടുത്തു കഴിഞ്ഞാൽ കൂലി വെക്കൂല. എന്നുവെച്ചാൽ വെച്ചാൽ ബംഗാളി റേറ്റ് എടുക്കല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ആ പണി എടുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെ കുറച്ച് കടബാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഒരു 4 ലക്ഷം റുപ്യേൻ്റെ അടുത്തേക്ക് എനിക്ക് കടബാധ്യത ഉണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ആധാരം വരെ ബാങ്കിലാണ്. അപ്പോൾ അതൊന്ന് വീട്ടാൻ ശ്രമിക്കുന്നുണ്ടോ. കാരണം നമുക്ക് അവിടെ ഒരു പാലം വേണം. അതിന് എന്നെ പണയം, ആ പാലത്തിന് വേണ്ടി എന്നെ പണയം വെച്ചാലും എനിക്ക് അതിലൊരു കുഴപ്പമില്ല. ഓക്കെ.